പച്ചമാങ്ങ വെച്ചിട്ടേ ഇങ്ങനൊരു ജ്യൂസ് നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കണോ? ഇല്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റുള്ള ജ്യൂസാണ്. അപ്പോൾ ഇതേ പച്ചമാങ്ങയൊന്നും വെച്ചിട്ട് ആരും ഉണ്ടാക്കാതിരിക്കണ്ട കേട്ടോ. അടിപൊളി ടേസ്റ്റുള്ള ജ്യൂസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മാങ്ങ പറിച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഈ മരത്തുമ്മ ഫസ്റ്റായിട്ട് കഴിച്ച മാങ്ങയാണ് കേട്ടോ. അപ്പോൾ ഈ മാങ്ങനെ വെച്ചിട്ടാവാം ഇന്നത്തെ ജ്യൂസ് എന്ന് വിചാരിച്ചു ഞാൻ. കണ്ട ഇതിന് മുകളിലൊക്കെ മാങ്ങ ഉണ്ട് കേട്ടോ. പക്ഷേ കയ്യെത്തുന്ന ഭാഗത്തും ഇത്തിരി വലുതും ഈ മാങ്ങയാവുകൊണ്ട് ഇത് ഞാൻ പറിച്ചിട്ട് ജ്യൂസ് ആക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ നമുക്ക് ആ മാങ്ങ പറിച്ചെടുക്കാം. അപ്പോൾ ഇത് ആവണുള്ളൂ കേട്ടോ മാങ്ങ. ഞാൻ ഈ ജ്യൂസിന് വേണ്ടിയിട്ട് പറിച്ചെടുത്തതാണ്. അപ്പോൾ ഇനി വേണ്ടത് പച്ചമുളക്. അപ്പോൾ നമുക്ക് പച്ചമുളകും അവിടെ തൈയുണ്ട്. അപ്പോൾ ആ തൈന്ന് നമുക്ക് പച്ചമുളക് എടുത്തിട്ട് വരാം. കണ്ട ഇതിവിടെ കായ്ച്ച പച്ചമുളകാണ് കേട്ടോ. പച്ചമുളകിൻ്റെ തൈകളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. ഇപ്രാവശ്യം അധികം മഴ ഇല്ലാത്തതുകൊണ്ട് എല്ലാതും പോയി. ഇതിൽ എരിവ് അധികം വേണ്ട കേട്ടോ. അപ്പം നമുക്ക് പാകത്തെ മൂപ്പിൻ്റെ പച്ചമുളക് എടുത്തതാണ്. ഇനിയിപ്പോൾ വേണ്ടത് ചെറിയൊരു ഇഞ്ചി കഷ്ണമാണ്. അപ്പോൾ ആ ഇഞ്ചി പറിക്കാനുള്ള പരിപാടിയാണ്. ഇവിടെയാണ് ഞാൻ കുറച്ച് ഇഞ്ചി നട്ടതാണ്. പക്ഷേ ഇഞ്ചിയൊക്കെ ഉണങ്ങിപ്പോയി. ചെറിയൊരു കഷ്ണം കിട്ടി. അപ്പോൾ അതെടുത്തിട്ട് നമുക്ക് ജ്യൂസാക്കാം. ഇനിയിപ്പോൾ ഇതിക്ക് എന്തൊക്കെ ഐറ്റംസ് എന്നല്ലേ? ഇഞ്ചി, പുതിനയില, പച്ചമുളക്, പച്ചമാങ്ങ, പിന്നെ പഞ്ചസാര, ഒരിത്തിരി ഉപ്പ്. അപ്പോൾ ഇതെല്ലാം കൂട്ടിയിട്ടാണ് നമ്മൾ ജ്യൂസ് അടിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ജ്യൂസിന് നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് കസ്കസാണ് കേട്ടോ. കസ്കസ് ഇല്ലാത്ത പരിപാടിയില്ല. എല്ലാ ജ്യൂസിലും ഒരിത്തിരി കസ്കസ് നമുക്ക് നിർബന്ധമാണ്. അപ്പോൾ അതവിടെ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മാങ്ങ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു വലിപ്പത്തിലാണ് ഞാനിതൊക്കെ കട്ട് ചെയ്തെടുത്തത് കേട്ടോ. തൊലി ഞാൻ കളഞ്ഞിട്ടില്ല. നമ്മളെ വീട്ടിലുണ്ടായ നല്ല ഫ്രഷായ മാങ്ങ ആയതുകൊണ്ട് ഇത്തിരി മടിയുള്ളത് കൊണ്ടും ഞാൻ തൊലി കളഞ്ഞിട്ടില്ല കേട്ടോ. എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഇനിയിപ്പോൾ ഇതാ അതിനാവശ്യത്തിനുള്ള പഞ്ചസാര, ആ പച്ചമുളകും, പിന്നെ ഉള്ളത് ഈ പുതിനയില, പിന്നെ ചെറിയ പീസ് ഇഞ്ചി പീസ് അല്ലാതെ ഓവറായിട്ടുള്ള വലിപ്പത്തിൽ എടുക്കരുത് കേട്ടോ. ചെറിയ പീസ് മതി. ഇതിപ്പോൾ അധികം മൂപ്പില്ലാത്തതാണ്. പിന്നെ ഒരിത്തിരി ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ. ഈ ലാസ്റ്റ് ഇട്ടത് ഇത്തിരി ഐസ് ക്യൂബ് ഇട്ടതാണ് കേട്ടോ. പിന്നെ ഒരിത്തിരി വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഇതാ കണ്ടോ, ഈ ഒരു പരുവത്തിൽ നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് നമുക്ക് അരിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അരിച്ചിട്ടെടുക്കാം. ഞാനിപ്പോൾ ഇത് അരിച്ചിട്ടൊന്നും എടുക്കണില്ല. ഇതാ അപ്പോൾ ഈ ബോട്ടിലാണ് ഞാൻ ഇത് ഒഴിച്ചു കൊടുക്കണത് കേട്ടോ. ബോട്ടിൽ കണ്ടിട്ട് പരസ്യമുണ്ടെന്ന് വിചാരിക്കണം. ഇവിടെ അടുത്ത് പോയപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇനിയിപ്പോൾ അതിൽ നമ്മൾ ഈ കസ്കസ് വെള്ളം ഒഴിച്ച് വെച്ചതില്ലേ, അതും കൂടെ അതിൽ ഒഴിച്ചു കൊടുത്തു. കസ്കസ് എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ കാര്യം ടീച്ചർ വരും. എല്ലാവരും കസ്കസ് എന്ന് പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങി. പക്ഷേ കസ്കസ് അതിൽ കിടക്കട്ടെ, നല്ലതല്ലേ. അപ്പോൾ ഇതാ ഇത്രേ ഉള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റുള്ള നല്ല ഉപ്പും മധുരവും ഇത്തിരി പുളിയും ഒക്കെ കൂടിയൊരു അടിപൊളി ജ്യൂസാണ്. ഇപ്പോൾ നല്ല പച്ചമാങ്ങ കിട്ടുന്നൊരു സമയം കൂടെ അല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടെ. ഈ തണുപ്പിനൊക്കെ പറ്റിയ അടിപൊളി ജ്യൂസാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും.